നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ നായനായി ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാന്ത എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങി. അപ്പോൾ കാന്തയുടെ ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ വരുന്നത്. കാന്ത ഈ മാസം 14 റിലീസാട്ടോ. അപ്പം ട്രെയിലർ ഞാൻ കണ്ടു. 3 മിനിറ്റും 10 സെക്കൻഡുമാണ് ട്രെയിലർ. ഒരു സിനിമ കാണുന്നതിനെ കൊണ്ട് കിഡിലൻ ട്രെയിലർ. ഇതാണ് ട്രെയിലർ, ഇതാണ് സിനിമ. നിങ്ങൾ സിനിമ ഇറങ്ങി നോക്കിയോണം, വേറെ ലെവലായിരിക്കും. DQ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് മലയാളികൾക്ക്. കാരണം ഒരു പാൻ ഇന്ത്യ മലയാളത്തിൽ നിന്നുണ്ടെങ്കിൽ അത് DQ ആണ്, ദുൽഖർ സൽമാനാണ്. റിയൽ പാൻ ഇന്ത്യ നടൻ ദുൽഖർ സൽമാനാണ്. മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യ നടനേ ഉള്ളൂ, അത് ദുൽഖർ സൽമാനാണ്. എല്ലാ ഭാഷയിലും പോയി അഭിനയിച്ച് ബ്ലോക്ക് പോസ്റ്റ് അടിക്കും. അതൊക്കെയാണ് ഈ ഒരു നടൻ്റെ കഴിവ്. ദുൽഖർ സൽമാൻ നായകനായി ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് റാണ ദഗവതിയും ദുൽഖർ സൽമാനോടും പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് കാന്ത. സെൽവമണി സെൽവരാജ് ഡയറക്ഷൻ, ദുൽഖർ സൽമാൻ നായകൻ, നായിക ഭാഗ്യശ്രീ ബോസ്, സമുദ്രക്കനെ വിളിക്കുന്നുണ്ട്. പഴയ ഒരു നടനുണ്ട് തമിഴിൽ, പഴയ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ സിനിമയാക്കിയിരിക്കുന്നത്. അപ്പോൾ ദുൽഖർ സൽമാൻ റാണ ദഗവതിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദുൽഖർ സൽമാനുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും കാണത്തില്ല. അന്യ ക്വാളിറ്റി ആയിരിക്കും പടം. അത് ലോകയെ കാണുന്നത് അറിയാലോ, അന്യ ക്വാളിറ്റി. പടത്തിന് ട്രെയിലർ കാണുമ്പോൾ അറിയാം, ട്രെയിലർ കാണുമ്പോൾ അറിയാം പടം വേറെ ലെവലാണ്. കാരണം ഒരു പടം കാണുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട്. അമ്മാതിരി ക്വാളിറ്റിയാണ് സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. കീടു സാധനം. ഇതൊക്കെയാണ് ട്രെയിലർ. അത് അന്യ ക്വാളിറ്റി, അന്യ മേക്കിങ്. ഇതിൻ്റെ ഡയറക്ഷൻ ആണെന്നറിയോ, സെൽവമണി സെൽവരാജ്. അതായത് പിന്നെ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ ഇംഗ്ലീഷ് പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ സെൽവമണി സെൽവരാജ്. ഒരു ഇംഗ്ലീഷ് പടം ചെയ്ത ഒരാളാണ്. എന്നപ്പോൾ പിന്നെ ഒരു തമിഴ് പടത്തിന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇംഗ്ലീഷ് പടം ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെയാണ് അദ്ദേഹം ഈ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് പടം കാണുന്നതിനെ കൊണ്ട്, തമിഴ് പടം എന്ന് പറയത്തില്ല, ഒരു ഇംഗ്ലീഷ് പടം കാണുന്നതിനെ കൊണ്ട് അന്യ ക്വാളിറ്റി, അന്യ മേക്കിങ്. പിന്നെ ദുൽഖർ സൽമാൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വേറെ ലെവലാണ്, വേറെ ലെവൽ. ഇങ്ങനെ വേണം പടം ചെയ്യാൻ. അതായത് നമ്മുടെ മലയാളം നടന്മാർ കണ്ട് പഠിക്കണം. എല്ലാ ഭാഷയിലും പോയി അവനിക്കും, എല്ലാ ഭാഷയിലും പോയി ഹിറ്റും ഉണ്ടാക്കും. അത് നായകനായിട്ടാണ് അവനിക്കുന്നത്, നായകനായിട്ടാണ് ഹിറ്റ് ഉണ്ടാക്കുന്നത്. അല്ല ചെറിയ വേഷങ്ങളല്ല ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കുന്നത്. അന്യ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആട്ടോ, ഒരു രക്ഷയില്ല. ഈ പടത്തിലൂടെ ദുൽഖർ സൽമാൻ്റെ നായികയായിട്ട് വരുന്നത് നമ്മുടെ ഭാഗ്യശ്രീ ബോസാണ്. അവരും തിളങ്ങും. എന്തായാലും പടം കിടുവായിരിക്കും. അത് ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. പെർഫോമൻസ് അന്യ പെർഫോമൻസാണ്. അടുത്ത വർഷത്തെ നാഷ് അവാർഡ് DQന് തന്നെ ഉറപ്പാണ്. പിന്നെ അവിടുത്തെ കാര്യമാണ് അവർ തട്ടിമറിച്ച് കളയുന്ന കരുതില്ല. പക്ഷേ ആ പെർഫോമൻസ് ജയിച്ചു വെക്കുക ഇതിന് മുകളിൽ ഞാനും വരുത്തുന്നില്ല. അടുത്ത വർഷത്തെ നാഷ് അവാർഡ് DQന് തന്നെ ഉറപ്പാണ്. അതിനുള്ള സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എന്നാ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ട്രെയിലർ കണ്ടിട്ട് ഇപ്പം തന്നെ പടം കാണാൻ തോന്നുന്നു. ഈ മാസം 14-ാം തീയതിയാണ് കാന്ത ഇറങ്ങുന്നത്. എല്ലാവരും പോയി കാണണം. കാരണം കാണാത്തവർക്ക് ഭയങ്കര നഷ്ടമാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു പഴയൊരു നടൻ്റെ ഒരു കഥയാണ് കാണിക്കുന്നത്. അത് നല്ല വൃത്തിക്ക് ഒരു ഇംഗ്ലീഷ് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ക്വാളിറ്റി വൈസ് മേക്കിംഗ് ആയിട്ട്. പിന്നെ അന്യ പെർഫോമൻസ്. ട്രെയിലർ കാണാതെ പോയി കാണും. കിഡിലെ ട്രെയിലറാണ്. ഞാൻ ഇപ്പോൾ 3 പ്രാവശ്യം കണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടാണ് പിന്നെ കാണാൻ. ഇനി ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ പോയി കാണണം. കിഡിലെ ട്രെയിലറാണ്, പോയി കാണുക. ദുൽഖർ സൽമാൻ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണേ. അപ്പം നാളെ DQ ലുലുമാളി കൊച്ചി ലുലുമാളി വരുന്നുണ്ട്. അപ്പം ഞാനും DQനെ കാണാൻ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ലക്കി ബാസിൻ്റെ പ്രൊമോഷൻ വന്നപ്പോൾ കൊച്ചി വന്നപ്പോഴും ഞാൻ പോയി കണ്ടായിരുന്നു. എനിക്കെന്ത് സമ്മാനം കിട്ടിയായിരുന്നു. അപ്പോൾ നാളെ ഞാൻ വീണ്ടും വരുന്നുണ്ട് DQനെ കാണാനായിട്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ DQ നമ്മുടെ പടം 14-ാം തീയതി അങ്ങോട്ട് തകർക്കും. കത്തി കയറും അങ്ങോട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് DQ. നിങ്ങൾ പൊളിയാണ്.